തീർച്ചയായും ഷമ്മി, ഇപ്പോൾ ഗവർണർ ഇവിടെ കേരള സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കർശനമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് ഗവർണർ എത്തിയിരിക്കുന്നത്. ഏതായാലും SFI പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും ഈ പരിപാടി ഈ രീതിയിൽ ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഗവർണർ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ ഗവർണറുടെ പ്രതികരണമടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും Sir, how do you react this issue? Sir, how do you react? കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ RSS ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. നേരത്തെ അദ്ദേഹം ഈ പരിപാടിയിൽ എത്തില്ല എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ സംസ്ഥാന സർക്കാരിനെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും ഒക്കെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കേരള സർവകലാശാലയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് RSSന്റെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഇത്രയും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ട് കിട്ടിയതിനു ശേഷവും ആ പരിപാടിയിൽ പങ്കെടുക്കാനായി ഗവർണർ എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഷീജ തുടരാം. തീർച്ചയായും ഷമ്മി, ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നടുവിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇവിടെ ഈ കേരള സർവകലാശാലയിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തില്ല എന്ന തരത്തിലൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായ രീതിയിൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നെങ്കിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സുരക്ഷയടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ കേരള സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യം കൂടിയാണ്. ശക്തമായ പ്രതിഷേധമാണ് DYFIയുടെയും അതുപോലെ തന്നെ SFIയുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. കേരള സർവകലാശാലയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് RSSന്റെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടക്കുന്നത്. സർവകലാശാലയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടി അനുവദിക്കില്ല എന്ന നിലപാടിൽ SFIയും DYFIയും അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ സംഘർഷങ്ങളൊന്നും പരിഗണിക്കാതെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഇത്തരത്തിൽ മതപരമോ രാഷ്ട്രീയവുമായ ഒരു തരത്തിലുള്ള ചിഹ്നങ്ങളും പാടില്ല എന്ന നിയമം നിലനിൽക്കെ ആ കരാർ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇത്തരത്തിലൊരു നിയമലംഘനം RSSന്റെ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്.